ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നത്തെ പോലെ ഇപ്രാവശ്യം സൗണ്ട് നിക്കാഹിൻ്റെ 2 ദിവസം മുൻപേ പോയി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്ര വൈകിയത്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ മൈ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ. പെണ്ണിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മോനിനുള്ള ഡ്രസ്സ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പെണ്ണിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ അപ്ലോഡ് ചെയ്യുക. അപ്പം നമ്മൾ രണ്ടാം തീയതി ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ മനസ്സിൽ ഡ്രസ്സ് ഇന്നത് എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് മാറുമല്ലോ. അപ്പം എന്തായാലും രാത്രി ആവും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ മനസ്സിൽ ചെറിയൊരു പ്ലാനും കൂടി ഉണ്ട്. ഓളെ കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെറുതായിട്ടൊരു സേവ് ദ ഡേറ്റ് പോലെ ഒരു ഫോട്ടോ എടുക്കണം വിചാരിക്കുന്നുണ്ട്. നമ്മളെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പെരിന്തൽമണ്ണക്കാണ്. അവിടുന്ന് ഏത് കട എന്നുള്ളത് ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. ഫാമിലിയിൽ ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ KMTയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. അപ്പം കാശ് ഇവിടുന്ന് ഞങ്ങൾ മാറ്റി ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ മാളിക്കുന്ന് ചെന്ന് അവിടുന്ന് മോനിനടുത്ത് വണ്ടി വേറെ സ്ഥലത്താണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ വണ്ടിയിൽ എന്തായാലും എല്ലാവരും പോകില്ലല്ലോ. അങ്ങനെ ആ വണ്ടി പോയി എടുത്ത് അവിടുന്ന് വന്ന് പിന്നെ വീട്ടുകാരെടുത്തിട്ട് പിന്നെ നിധനെ പോയി എടുക്കണം. നിധ എന്നുണ്ടോ ആളെ പേര്. അപ്പോൾ പെണ്ണിനെ പോയി പിന്നെ എടുക്കണുണ്ടോ. പോണ വഴിയിൽ നിന്ന് ഓളെ പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓള് ഇന്ന് നാട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഓളെ കൊണ്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ റെഡിയായി നേരെ മാളിക്കുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഓല് റെഡിയായി കൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നിഷാക്ക് കുഞ്ഞാനും കൂടി വണ്ടി എടുക്കാൻ വേണ്ടി പോയതേ ഉണ്ടോ. മോനിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോണത്. അപ്പം നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എത്ര മണിക്ക് ഇറങ്ങണം എന്നാ മോനെ പറഞ്ഞേ? 9 മണിക്ക്. ഇപ്പൊ ടൈം എത്രയായി? 11 മണി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറട്ടോ. എത്ര നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞാലും അത് നടക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നു, പാത്തു, സുനീറ, പിന്നെ ഞാൻ, ഇമ്മ, മോനു, നിഷായൊക്കെ ഉണ്ടായിരുന്നു. അനുമോനും സച്ചും കുഞ്ഞാനും ഉണ്ടോ. പിന്നെ ഞങ്ങൾ കൊച്ചുവിനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് എന്തോ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓനക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നിധാനെ പോയി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിധാനെ പോയി വിളിച്ച വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ നിൽക്കാതെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും വീഡിയോ ആയിട്ട് പോലെ വീട്ടിൽ അങ്ങനെ കയറി ചെല്ലണ്ട വിചാരിച്ചു. അങ്ങനെ ഓളയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ KMTയിലാണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നിക്കാഹ് ഡ്രസ്സ് നോക്കാൻ വിചാരിച്ചു. ഞങ്ങൾ മനസ്സിൽ ഓഫ് വൈറ്റ് ആണ്. കാരണം മോനിന് ഞങ്ങൾ ഓഫ് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഓഫ് വൈറ്റ്ക്ക് ഏതും നമുക്ക് ചേരും. പക്ഷേ ഓഫ് വൈറ്റ് ആണ് നമ്മളെ മനസ്സിലുള്ളത്. ഞങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ട് പിന്നീടും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സ്കേർട്ടും ടോപ്പും ഉണ്ടോ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർക്കിൽ വരുന്ന ലെഹങ്ക കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടേ ഉണ്ടായില്ല. വെറും ഈ സ്കേർട്ടും ടോപ്പുമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 3 എണ്ണം സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിട്ടുണ്ട്. വേറെ ഒരുപാടൊന്നും നമ്മൾ അങ്ങനെ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടും ഉണ്ടായില്ല. പിന്നെ വേറെ കളറുകളൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല. കാരണം വൈറ്റ് എന്നുള്ള ഒരു ഇതിലാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ വൈറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 3-ൽ 1 നമ്മൾ അങ്ങോട്ട് ഫിക്സ് ആക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലിഷ്ടമായത് അങ്ങോട്ട് ഫിക്സ് ആക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വർക്ക് കുറച്ച് സ്കേർട്ടിൽ കുറവായിരുന്നു. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്ക് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓഫ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് അവിടെ ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെഡിങ് ഡ്രസ്സ് എടുത്ത ടൈമിൽ പിന്നെ ചേച്ചിമാർ നമുക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായ കുടിക്കണ ഗ്യാപ്പിലേ 2 ആൾ അവിടെ ചായ കുടിക്കാതെ സൊല്ലിങ്ങോണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് കയ്യോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്താണ്ട് തമാശക്ക്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ടോപ്പുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഈ ഒരു പാൻറ്റും ടോപ്പും നമ്മൾ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ അവിടുന്ന് ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു യെല്ലോ ഡ്രസ്സ് യെല്ലോ കളർ അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി. പിന്നെ അവിടെ നിന്ന് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല കേട്ടോ. പിന്നെ ജീനും ഷർട്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു വൈറ്റും ആ ഒരു ബ്ലൂവും ഒരു പാൻറ്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു പാൻറ്റും പിന്നെ അതിലേക്ക് ഈ ഒരു വൈറ്റ് ഷർട്ടും ഉണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അത് ഫിക്സ് ആക്കി അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീണ്ടും വെള്ളം കൊണ്ടുവന്നുണ്ട്. വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായില്ല. കാരണം സൗണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സൗണ്ട് പോയിട്ടോ. പിന്നെ നമ്മൾ സെറ്റ് ചുരിദാർ നോക്കി അവിടെ നിന്ന് ഇഷ്ടമായില്ല. എനിക്ക് ഈ ഒരു ചുരിദാർ അവിടെ നല്ലോണം ഇഷ്ടമായിട്ടോ. ഇട്ട് നോക്കിയപ്പോഴും നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഓവർ പാർട്ടി വെയർ അല്ല, എനിക്ക് വേണ്ട പറഞ്ഞിട്ടോ. ഞാൻ നിക്കാഹിന് ഇടാൻ വേണ്ടി എടുക്കണം എന്ന് ഉദ്ദേശിച്ച് നടക്കുന്നത് കറക്റ്റ് കളറാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഷാക്ക് എപ്പോഴും പറയും കാണുമ്പോൾ ഇഷ്ടമായി അപ്പം എടുക്കണം, പിന്നീട് മാറ്റി വെക്കരുതേ എന്നുള്ളത്. എത്ര പറഞ്ഞാലും ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ലത് അപ്പുറത്ത് ഉണ്ടാവും ചിന്തിച്ചിട്ട് അത് അവിടെ നിന്ന് എടുക്കാതെ ഇറങ്ങുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. എന്തായാലും ഉദ്ദേശിച്ച കളർ ഇതാണെങ്കിലും ഉദ്ദേശിച്ച മോഡൽ ഇതായിരുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ അത് എടുക്കാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിക്കാഹിനെടുത്ത ഡ്രസ്സ് ഈ ഒരു കളർ എനിക്ക് കിട്ടിയതുമില്ല കേട്ടോ. ഭയങ്കര സങ്കടമായി. ഇതെടുത്താൽ മതിയായിരുന്നു എന്ന് അപ്പം എനിക്ക് തോന്നി. പറഞ്ഞത് കേൾക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ 2-3 ഷോളും കൂടി സെലക്ട് ചെയ്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. മന്തി കഴിക്കാൻ പോകാനോ അതെ ഓർഡർ ക്യാൻസൽ ചെയ്യാം.
അത് നമ്മളതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നെഹദിയിലാണ്ടോ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷിനാജിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ നെഹദിയിൽ തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കയറി കഴിഞ്ഞ് പിന്നെ എന്താ ഫുഡ് എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. മന്തി പറഞ്ഞു, പിന്നെ ഷവായ, ഹണി ഷവായ, നോർമൽ ഷവായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഹണി അൽഫാം ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിൻ്റെ ഫുഡ്. ഈ ഒരു ഹണി അൽഫാം എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ നല്ല വയറ് നിറച്ച് കഴിച്ചു. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ KMT കേട്ടോ പോയത്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫാമിലിയിലാണ്. അപ്പോൾ അത് പോകാനൊരു കാരണമുണ്ട്. ഈ ഒരു വീഡിയോന് മുൻപ് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനും സുനിറയോണി ഫാമിലിയിൽ വന്ന് ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, മറ്റേത് നമുക്ക് അങ്ങോട്ട് ഫിക്സ് ആക്കാൻ അങ്ങോട്ട് പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടിട്ട് തന്നെ ഇവിടെ വന്ന് ആ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കി. അപ്പോൾ അവൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലെങ്ത്തിന് ചെറിയൊരു പ്രശ്നം വന്നു. അതുകൊണ്ടിട്ട് ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഏതായാലും ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞത് ഈ ഒരു സെറ്റ് ചുരിദാർ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിതാക്ക് ആ ഒരു സെറ്റ് ചുരിദാർ മാത്രമാണ് ഡ്രസ്സായിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മാക്ക് ഈ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സാരി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദ്ദേശിച്ച കളറാണ്, അത് ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെരുപ്പ് നോക്കാൻ വേണ്ടി ഞങ്ങൾ താഴത്തോട്ട് പോകുന്നു. എനിക്ക് ഈ ഒരു ഫാമിലിയിൽ വന്നിട്ട് ചെരുപ്പിനും ബാഗിനൊക്കെ ഓവർ റേറ്റ് ആയിട്ട് തോന്നിട്ടോ. നല്ല റേറ്റ് എടുക്കണ പോലെ തോന്നി. അപ്പോൾ എനിക്ക് റേറ്റ് അധികം തോന്നിയ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഇല്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ടോ. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായില്ല അത് കയറരുതേ എന്നുള്ളത്. എന്നാലും ജസ്റ്റ് ആ ഒരു ഡ്രസ്സ് അവിടെ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കയറിയതാണ്ടോ. അപ്പോൾ ആ റേറ്റൊക്കെ അവർ എടുക്കാൻ കാരണം എനിക്ക് തോന്നിയത് ഈ ഒരു മുറുക്കും ചായ ഉണ്ടോ. അപ്പോൾ മേലെ പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചായയും മുറുക്കൊക്കെ കിട്ടും. ആ ഒരു റേറ്റൊക്കെ പോലെ ഇതിന് വേണ്ടിയിട്ടാണോ ചാർജ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഈ ഒരു ബ്ലാക്കും ഡ്രസ്സ് നിദാനെ കൊണ്ട് ഞങ്ങൾ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും നമ്മൾ KMT പോയത് നമ്മളെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചതൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലിയിൽ നിന്ന് വേറെയും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ KMT വീണ്ടും വന്നിട്ട് ഒരു ഫ്രോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഓരോ ചായയും പിന്നെ ഓരോ സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോന് ഒരുപാട് ഐറ്റംസ് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് തന്നെ അതിൽ ഏതൊക്കെയോ ഐറ്റംസ് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മോനുവിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഫുഡുകൾ ഏത് കണ്ടാലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിത നേരെ ഓപ്പോസിറ്റാണ്. ഒക്കെ വീട്ടിലെ ഭക്ഷണം എന്ന് പറയുന്ന ആളാണ് കേട്ടോ. പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കില്ല. നിത ഇറങ്ങിയിട്ടുണ്ടായില്ല ഞങ്ങളെ കൂടെ. ഫുഡ് ഐറ്റംസോ ജ്യൂസോ എന്തെങ്കിലും വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നേരെ അനുമോൻക്ക് കൊടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി വഴിയെ പഠിച്ചോളും. മോൻ എന്തായാലും വെറും പുറത്തത്തെ ഫുഡിൻ്റെ ആളാണ്. അങ്ങനെ ഞങ്ങളിത് ഈ ഒരു കബാബും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കഴിച്ചിട്ടുണ്ടായിട്ടോ. മോന് പാർസലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രോബറിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അനുമോനാണ്ട് വാങ്ങിയത്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കറണ്ട് ഉണ്ടായില്ല. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വീണ്ടും ഇവിടുന്ന് ഒന്നും കൂടിയും കഴിച്ചു. പിന്നെ ഈ ഡ്രസ്സാണോ ഫാമിലിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആ ഒരു ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ താഴെ ഗേൾസിൻ്റെ സെക്ഷനിലായിരുന്നു. ബോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് എടുത്ത ഡ്രസ്സുകളാണിത്. ഇപ്പാക്കും അമ്മോനും അനുമോൻക്കും സച്ചുട്ടനും ഒക്കെയാണ് കേട്ടോ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മാക്കും അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് KMT കുറച്ച് ടൈം നമ്മൾ അവിടുന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക്, ഒരു ഗൗണ് പോലെ ഒരു സംഭവം നിതാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഷോള്, അതിലേക്കുള്ള പാൻറ്. പിന്നെ KMT തന്നെയാണ് നമ്മൾ ഫാൻസി സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം ഇത്രയും സമയം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഫോണിലെ ചാർജിൻ്റെ പ്രശ്നം, പിന്നെ സ്റ്റോറേജ് പ്രശ്നം, അതുകൊണ്ടിട്ടൊക്കെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഫാൻസി ഐറ്റം എന്ന് പറയാനൊന്നുമില്ല. കാരണം ഫാൻസി ഐറ്റംസ് ഒന്നും അധികം ഉപയോഗിക്കില്ല, മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ കുറവാണ്ട് വാങ്ങിയിട്ടുള്ളത്. ഏതൊക്കെ ഡ്രസ്സാന്നൊക്കെ ഉള്ളത് ഞാൻ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിൽ പറയാം. പിന്നെ നമ്മൾ പിറ്റേ ദിവസം നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നേരം വൈകിച്ചിറങ്ങിയതുകൊണ്ടാണ് സേവ് ദ ഡേറ്റ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫ്ലവർ ഷോപ്പിലാണ്. അവിടുന്ന് ഫ്രഷ് ആയിട്ടൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കിച്ച് നേരെ ഞങ്ങൾ മണ്ണാർക്കാട് കോളേജിൻ്റെ തൊട്ടടുത്ത് പുതുതായിട്ട് തുടങ്ങിയ ഒരു കഫേയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. കട രാവിലെ ഓപ്പൺ ആക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിൽ തന്നെ ഓല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തോ എന്നുള്ളത്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട്. കാരണം പെരിന്തൽമണ്ണ ഒരു കഫേയിൽ ചോദിച്ച ടൈമിൽ നമുക്ക് 2000 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 1000 രൂപക്ക് കോഫിയോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വീഡിയോ എടുത്തോന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുക്കാതെ പോകുന്നുണ്ടോ. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചത് രാത്രിയായിരുന്നു. പക്ഷേ ആ ഒരു രാത്രി നമ്മൾ 2000 ചാർജ് കൊടുത്തിട്ടൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം ഇങ്ങനെ വന്ന് മണ്ണാർക്കാട് വന്ന് എടുക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. മണ്ണാർക്കാട് ഇവിടെ അല്ല ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേറെ എവിടെയെങ്കിലും കാഞ്ഞിരപ്പുഴ അവിടേക്ക് പോയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഈ ഒരു കഫേ കണ്ടപ്പോൾ അവിടെ കയറി ജസ്റ്റ് ചോദിച്ചതാണ്. ഒരെടുത്തോന്ന് സമ്മതിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഞങ്ങൾ എല്ലാവർക്കും ക്യാപ്പച്ചീനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്നാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഈ സംഭവം അടിപൊളിയാണ്, ചോക്ലേറ്റ് ബന്നാണ്. അപ്പോൾ അത് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ മത്തടിക്കും, അതുപോലുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മറ്റേ
ഐറ്റത്തിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയില്ല. നിഷാദും പാത്തും അത് അറ്റാക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ഗ്യാപ്പിൽ ഞാനും നിഷാദും ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾ വീണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയതിനു ശേഷം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കേട്ടോ. അപ്പോൾ അടുത്തുനിന്ന് കല്യാണം കഴിച്ചാൽ ഇതാണൊരു ഗുണം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്കുള്ള അതേ കല്യാണം ഓൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓളെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അങ്ങനെ വേഗം വന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. കുറേ ദിവസമായിട്ട് ചിക്കനും ബീഫൊക്കെ ആയതുകൊണ്ട് തന്നെ സാമ്പാറും ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് ഒക്കെ ബിരിയാണി എടുത്തു. പിന്നെ ആ കല്യാണം പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം, പിറ്റേ ദിവസം ചെറുക്കൻ്റെ വീട്ടിലെ കല്യാണം ഉണ്ട്. അങ്ങനെ 2 ദിവസം കല്യാണം ഉണ്ടായിരുന്നു. 2 ദിവസം നിധി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓളെ വീണ്ടും കണ്ടു. ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വീഡിയോ എടുത്തതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അങ്ങനെ ഓള് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പാത്തും മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അമ്മക്കൊക്കെ ഒരു മരിപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഷിനാജും മോനും ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോട് ഓരോ തമാശയും പറഞ്ഞ് നിൽക്കുകയാണ്. തമാശ പറഞ്ഞതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്, കാരണം എന്നെ ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഓലോടൊന്നും രണ്ടും പറഞ്ഞ് നിൽക്കണതിൻ്റെ ഇടയിൽ പാത്ത് വണ്ടി എടുത്ത് വേണമെങ്കിൽ പോന്നാൽ ഞാൻ പോകാമെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഓടിപ്പോയിട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 1, 2, 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനായിട്ട് നമ്മൾ വെറുതെ ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോങ് വീഡിയോ അത്യാവശ്യം ലെങ്ത് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ വീണ്ടും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ഞാൻ പിന്നെ മണ്ണാർക്കാട് സാമയിലുണ്ടോ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ കയറിയാലും എനിക്ക് സാമയിലൊന്ന് കയറിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ കൂടുതലായിട്ടും സാമയിൽ നിന്നുള്ള ഡ്രസ്സാണ് ഇടാറ്. മെറ്റീരിയൽ ആയാലും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഞാൻ പോയി പർച്ചേസ് ചെയ്യൽ. എനിക്ക് ഇവിടെ നിന്ന് എടുത്താലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു 2 ഡ്രസ്സ് സെലക്ട് ചെയ്തതിൽ ആ ഒരു കട്ട ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച കളറൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഫാൻസിയിൽ കയറിട്ടോ. അപ്പോൾ ഫാൻസിയിൽ നിന്ന് ഈ ഒരു ഐറ്റം മാല കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ റോസ് ഗോൾഡിൻ്റെ മാല കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാനല്ല വാങ്ങിയത്, നിതാക്ക് വേണ്ടിയിട്ട് ഒരു മാലയും ഒരു മോതിരവും നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെറുതെ എനിക്ക് ഫാൻസി വാങ്ങിയപ്പോൾ അങ്ങനെ വാങ്ങിയെന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു മുടി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് കണ്ട ഒറിജിനലാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഈ മുടി കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലുള്ള ഐറ്റംസ് കണ്ടാൽ ഇങ്ങനെ വാങ്ങി വെക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ച് നോക്കിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ചെരുപ്പ് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ആ കടയിൽ നിന്ന് ചെരുപ്പ് ഇഷ്ടമാവാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സാമയിൽ ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വന്ന് ബില്ലടിച്ച് അതും വാങ്ങി നേരെ പോയിട്ടോ. അപ്പോൾ സുനീറാക്കും ഡ്രസ്സ് വേണ്ടിയിരുന്നു. അവിടുന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ അലനല്ലൂർ സാമയിൽ ഞങ്ങൾ വിളിച്ച് അതേ മോഡൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഓള് പോയി അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോരുന്ന വഴി നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി കയറി കോട്ടപ്പാടത്ത് തന്നെയുള്ള കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പിന്നെ ഒട്ടുമിക്ക മീനുകളും ഉണ്ടാവും, എല്ലാ ഐറ്റം മീനുകളും ഉണ്ടാവും. ഇപ്പം അമ്മ മീൻ വാങ്ങാൻ ഇറങ്ങിയപ്പോൾ അനുമോനക്ക് ഞണ്ട് വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞണ്ടാണെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു റിസ്കുമില്ല, എല്ലാം അവിടുന്ന് സെറ്റാക്കിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ AK സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങാറ്. അങ്ങനെ ഗൈസ് അന്നത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലിയിൽ ആരുടെങ്കിലും കല്യാണമാണെങ്കിലേ ഇങ്ങനെയാണ്. പിന്നെ സ്വന്തം ബ്രദറിൻ്റെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഷോപ്പിങ്ങോട് ഷോപ്പിങ്. പിന്നെ ആദ്യം തന്നെ ത്രെഡ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിലുണ്ട്. അതിൻ്റെ ഇടയിൽ അനുമോനെ ഞങ്ങൾ മാളിക്കുന്ന് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞുള്ള ഷോപ്പിങ്ങിനൊന്നും മോനെ കൊടുന്നാൽ ശരിയാവില്ല. ഓരോ കട കയറുമ്പോഴും ആ കട ഫുള്ളായിട്ടും എനിക്ക് വേണ്ടി വരും. ആദ്യം തന്നെ സ്റ്റുഡിയോയിൽ കയറി ഈ ഒരു ചെരുപ്പ് ഇഷ്ടമായിട്ടോ. ഇഷ്ടമായതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല, കറക്റ്റ് സൈസ് ഉണ്ടായില്ല. തൊട്ട് മുകളിലെ സൈസും താഴെ സൈസും ഉണ്ടായിരുന്നു. എൻ്റെ കറക്റ്റ് സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഷഗാക്ക് ടീഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടി കേക്കിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കടയിൽ കയറിയിട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഹാമ്പറിലേക്ക് വേണ്ട ഏകദേശമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത കടയിൽ കയറി ചായയും ഓരോ കോഴിമുട്ടയും പിന്നെ ഒരു വടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങി വരുന്ന വഴി യാദൃശികമായിട്ട് ഇവരെ കണ്ടു കേട്ടോ. പൊന്നും പാത്തുമാണ്. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണ്. ഫാമിലി എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണാർക്കാട് അലനല്ലൂർ പോയി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമ്മൾ ആൾക്കാരെന്നേക്കാർ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും. കാരണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഷോപ്പിംഗ്. പിന്നെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറി ഈ ഒരു ബ്ലാക്ക് ചെരുപ്പുണ്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്റ്റുഡിയോന്ന് കണ്ട ചെരുപ്പിൻ്റെ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ നമുക്ക് എന്തായാലും എടുക്കേണ്ടത് വിചാരിച്ച് എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടമായത് ഈ ഒരു ബ്ലാക്കാണ്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഈ ചെരുപ്പിനുണ്ട് കേട്ടോ. ഷോപ്പിങ്ങിനിടെ കുഞ്ഞാവിൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് കുറച്ച് നേരം സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി വീണ്ടും അടുത്ത കടയിലേക്ക് പോയി. അപ്പോഴാണ് ചെറിയതും പാത്തു കേട്ടോ. അപ്പോൾ വീണ്ടും ഓരോരുത്തരെ കാണാൻ ചെറിയതും പാത്തും പിന്നെ ബസ്സിന് ടൈമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ വേഗം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത കടയിൽ കയറി ഷാക്കാക്ക് ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആ ബ്ലൂ ടീഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഫാൻസി കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു 4B എന്ന് പറയുന്ന ഫാൻസിയിലാണ് എപ്പോഴും കയറാറ്. സാമിയ ഫാൻസിയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഫാൻസിയാണ്. കുറേ ഐറ്റംസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. വീണ്ടും ഒരു ഹാമ്പറിൻ്റെ കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കോട്ടപ്പുറത്ത് വന്നൊരു കോഫിയും സ്നാക്സും കഴിച്ച് നേരെ ഷാക്കാൻ്റെ വാട്ടിനെ വിട്ട് മോനുവിൻ്റെ വണ്ടി കയറിട്ടോ. അപ്പം നമ്മളിപ്പോൾ പോണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഹാമ്പറിലേക്കുള്ള. ഏതായാലും മണ്ണാർക്കാട് പോകുമല്ലേ സ്റ്റുഡിയോയിൽ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി നിതാക്ക് വീണ്ടും 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. മോനിന് ഇഷ്ടമായ 2 ടോപ്പുണ്ട്. ഒന്ന് എനിക്ക് ഇഷ്ടമായത്, ഒന്ന് മോനിന് ഇഷ്ടമായത്. അങ്ങനെ അവിടുന്ന് അത് ബില്ലൊക്കെ അടിച്ച് വാങ്ങി നേരെ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാ മിഠായും കൂടി ഒരു സ്ഥലത്ത് നിന്ന് അല്ലാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മദീനയിൽ നിന്ന് വാങ്ങി, കുറച്ച് അജ്ഫാൻ നിന്ന് വാങ്ങി. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും മദീനയിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഡെക്കോർ ഐറ്റംസുകൾ. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നല്ല ക്യൂട്ടായിട്ടില്ലേ സംഭവം. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട്
കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അജ്ഫാനിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് പിന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാഗ് പോലുള്ള ഈ സംഭവം ഞങ്ങൾ നോക്കി പക്ഷെ വാങ്ങിയില്ല കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഹാൻഡ് ബാഗ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തില്ല. പിന്നെ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. കേക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാനുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നു. പിന്നെ കുഞ്ഞാനും 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ കേക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. എന്തായാലും ഞങ്ങൾ കേക്കൊക്കെ സെറ്റാക്കി, ഞങ്ങളെല്ലാം മോനും കേക്ക് സെറ്റാക്കി അങ്ങനെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിലൊക്കെ ഒരുപാട് വീഡിയോ ഞാനിതൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം വെറുതെ വെറുപ്പിക്കേണ്ട ഒരുപാട് ലെങ്ത്ത് വീഡിയോ ആയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നിക്കാഹിൻ്റെ വീഡിയോ ആയിട്ട് വരാം. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് അത്ര പോരായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഉണ്ടാക്കുന്ന കേക്കാണോ ഇഷ്ടം, സ്വയം പുകഴ്ത്തല്ല. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം നമ്മൾ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ക്രീം വാങ്ങി അങ്ങനെ ഉണ്ടാക്കുക, ഫ്രഷ് ആയിട്ടുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടിട്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് ഇഷ്ടമല്ല എന്നല്ല, ഇത് കുറച്ച് ടേസ്റ്റ് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ നിക്കാഹ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം കാരണമാണ് ഇത്രയും വീഡിയോസൊക്കെ വൈകുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.